ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയായ കോൺഗ്രസിന്റെ ചരിത്രം അധികാര കൊതിയുടെയും ഒറ്റിക്കൊടുക്കലിന്റെയും കറുത്ത ഏടുകളാൽ സമ്പന്നമാണ്. ആ ചരിത്രം വീണ്ടും ആവർത്തിച്ചാൽ കർണാടകയിലെ കോൺഗ്രസ് ആണ് പിളരുക. അവിടെ പിളരുമെന്ന് മാത്രമല്ല, സർക്കാരും താഴെ വീഴും. പിളർന്നു പോകുന്ന വിഭാഗത്തിന് പിന്തുണ നൽകി ബദൽ സർക്കാർ രൂപീകരിക്കാൻ തയ്യാറാണെന്ന സൂചന BJP നൽകിയതിനാൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ് കർണാടകയിൽ നിലവിലുള്ളത്. DK ശിവകുമാർ വിഭാഗം കോൺഗ്രസ് വിട്ടാൽ ആ വിഭാഗത്തിന് ഇനി അതല്ല, മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ആണ് കോൺഗ്രസ് മാറ്റി നിർത്തുന്നത് എങ്കിൽ സിദ്ധരാമയ്യയ്ക്ക് തന്നെ പിന്തുണ നൽകാനുമാണ് BJP നീക്കം. ഇതോടെ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ. BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് അവർ അധികാരത്തിലുണ്ടായിരുന്ന കർണാടകയിൽ ഭരണം പിടിക്കുക എന്നത് പ്രധാന ടാർഗറ്റ് ആയതിനാൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഭയക്കുന്നത്. പണവും കേന്ദ്രഭരണവും ഉള്ളതിനാൽ BJP വിചാരിച്ചാൽ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഭിന്നത മുതലെടുത്ത് സർക്കാരിനെ വീഴ്ത്താൻ നിഷ്പ്രയാസം സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പ്രതിഫലനം കേരളത്തിലും സംഭവിക്കുമെന്നതും ഉറപ്പാണ്. അതാകട്ടെ ആത്യന്തികമായി UDFനാണ് തിരിച്ചടിയാവുക. കർണാടകയിലെ കോൺഗ്രസിലെ അധികാര പോര് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും കഴിവുകേട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ഡൽഹിയിലെ സിംഹാസനത്തിലിരുന്ന് രാജ്യമെങ്ങുമുള്ള സംസ്ഥാന നേതാക്കളുടെ സിംഹാസനം ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്തിരുന്നു. സംസ്ഥാന മുഖ്യമന്ത്രിമാരെ പരസ്പരം പോരടിപ്പിച്ച് തന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ കീഴടങ്ങൾ തന്ത്രം ആവിഷ്കരിച്ച ആ യുഗം ഒരു രാഷ്ട്രീയ നാടകീയതയായിരുന്നു. എന്നാൽ ഈ പോരാട്ടത്തിന്റെ കാലം അതിന്റെ പ്രതികാരം വിട്ടിയിരിക്കുന്നു. ഇന്ന് ആ കഥയും കളിയും എല്ലാം പൂർണ്ണമായും മാറ്റി എഴുതപ്പെട്ടു. അന്നത്തെ ഡൽഹി ഹൈക്കമാൻഡ് ഇന്ന് അധികാരവും ഗാംഭീര്യവുമില്ലാത്ത വെറും കാഴ്ചക്കാരായി മാറിക്കഴിഞ്ഞു. കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും എന്ന രണ്ട് അതികായന്മാർ ചേർന്ന് ഡൽഹിയിലെ കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കൈയെടുപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സർക്കസിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. കർണാടകയിലെ ഈ വലിയ പ്രശ്നങ്ങൾക്ക് കാരണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമാണ്. സിദ്ധരാമയ്യ ജനതാദൾ സെക്യുലർ പാർട്ടിയിൽ നിന്നും വന്നയാളാണ്. 2006 അദ്ദേഹം ജനതാദൾ സെക്യുലർ വിട്ട് ആ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി. പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ദേവരാജ് ഉർസിലിനെ പോലെ അഹിന്ദ ബ്ലോക്കായി, അതായത് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, OBC, ദളിതർ എന്ന പുതിയ വോട്ട് ബാങ്ക് ഉണ്ടാക്കിയാണ് അദ്ദേഹം ശക്തി നേടിയത്. താനില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന ചിന്തയിലാണ് സിദ്ധരാമയ്യ. എന്നാൽ അദ്ദേഹം മുസ്ലിം നേതാക്കളെ പ്രോത്സാഹിപ്പിച്ചതും ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചതും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മറുവശത്ത് DK ശിവകുമാർ 1980കളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പരുക്കൻ ശൈലിയുമായി മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ്. കടുപ്പമേറിയ സമീപനങ്ങളും തന്റേതായ വഴികളിലൂടെ തന്ത്രങ്ങളും അതോടൊപ്പം പണത്തിന്റെ ശക്തമായ ഉപയോഗവും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. 2023 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചതിന് പ്രധാന കാരണം ശിവകുമാർ ആണെങ്കിൽ തന്ത്രപരമായി സിദ്ധരാമയ്യ വീണ്ടും മുഖ്യമന്ത്രിയായി. ഹൈക്കമാൻഡ് 2.5 വർഷം വീതം എന്ന 50:50 ഫോർമുല വെച്ചു. എന്നാൽ സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുമെന്ന് വിശ്വസിച്ചത് വലിയ മണ്ടത്തരമായി പോയി എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. കിംവദന്തികളും ഊഹാപോഹങ്ങളും വ്യാപകമാണ്. ഗോസിപ്പിന്റെ താളത്തിനൊത്ത് സത്യം നൃത്തം ചെയ്യുന്നുണ്ട്. രണ്ട് ക്യാമ്പുകളിലെയും കടുത്ത വിശ്വസ്തർ അവരവരുടെ നേതാവിന് വേണ്ടിയാണ് പോരാടുക. എന്നിരുന്നാലും സിദ്ധരാമയ്യയും ശിവകുമാറും ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമമാണ്. അത്ര ദയനീയമല്ലായിരുന്നുവെങ്കിൽ ആ കാഴ്ച വളരെ തമാശയുമാകുമായിരുന്നു. കർണാടകയിൽ ഇപ്പോൾ തുടരുന്ന ഈ കുഴപ്പങ്ങൾക്കെല്ലാം യഥാർത്ഥ കാരണം അതായത് ഹൈക്കമാൻഡാണ്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബവും ആണെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. 2023 അവർ കൊണ്ടുവന്ന 50:50 അധികാര പങ്കിടൽ ഫോർമുല തീർത്തും തിടുക്കത്തിലുള്ളതായിരുന്നു. ആ സമയം കണ്ട ഭീഷണിയെ തടയാമെന്ന കരുതിയ നെഹ്റു കുടുംബം ഇപ്പോ നിയന്ത്രണാതീതമായ ഒരു വലിയ പ്രശ്നത്തെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് HC ശ്രീകണ്ഠയ്യയ്ക്ക് സംഭവിച്ചതുപോലെ ഇന്ദിരാഗാന്ധിയുടെയോ സഞ്ജയ് ഗാന്ധിയുടെയോ കാലത്തായിരുന്നുവെങ്കിൽ സിദ്ധരാമയ്യയെയും ശിവകുമാറിനെയും പുറത്താക്കാൻ അവർ രണ്ടാമതൊന്ന് ആലോചിക്കില്ലായിരുന്നു.
ഈ വൃത്തികെട്ട രാഷ്ട്രീയ പോരാട്ടത്തിൽ ആര് വിജയിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി മോശം ഭരണത്തിന്റെയും അഴിമതിയുടെയും കൊള്ളയുടെയും ചൂളയിൽ കഷ്ടപ്പെടുന്ന കർണാടകയിലെ സാധാരണ ജനങ്ങളാണ് ഇതിലെ ഏറ്റവും വലിയ തോൽവി നേരിട്ടവർ എന്ന് പറയാതിരിക്കാനാവില്ല.